താമരശ്ശേരി ചുരം 6-ാം വളവിൽ ലോറി കുടുങ്ങി. നിയന്ത്രണം വിട്ട ലോറി സംരക്ഷണ ഭിത്തി തകർത്ത് മുൻഭാഗത്തെ ടയർ പുറത്തേക്ക് ചാടിയ നിലയിലാണ്. ആഞ്ഞുകൊണ്ട് താഴെ പോയില്ല. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. സുനീൽ തോമസ് ഉണ്ട്. ഇതാണ് ചുരത്തിന്റെ താഴേക്കെങ്ങാനും അങ്ങ് പോയിരുന്നെങ്കിൽ എന്തായിരുന്നില്ലേ. അപ്പം ഭാഗ്യത്തിനാണ് താഴെ പോകാഞ്ഞത്. ടയർ പുറത്ത് ചാടിയിട്ടുണ്ട്. വലിയ ഗതാഗതക്കുരുക്ക് കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് അവധിക്കാലമാണ്. ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന സമയം കൂടിയാണ്. അതിനിടയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സാധാരണ ചുരം വഴി കടന്നു പോകുന്ന സമയത്ത് ഈ 6-ാം വളവിൽ ആ ഭാഗത്തൊക്കെ ചായ കുടിക്കാനായിട്ടൊക്കെ ആളുകൾ നിർത്താറുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി അങ്ങ് പുറത്തോട്ട് പോയത്. നിയന്ത്രണം വിട്ട വണ്ടി ആ ചുരത്തിൻ്റെ ആ കലിങ് ഇടിച്ച് ഒരു വീല് പുറത്തേക്ക് ചാടിക്കിടക്കുക. സുനോയുണ്ട്. സുനോയെ, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഭാഗ്യം കൊണ്ടാണ് താഴെ പോവാഞ്ഞത്. വലിയ അപകടമായിരുന്നു. നിയന്ത്രണം വിട്ടത് മുകളിലേക്ക് കയറി വന്ന വണ്ടിയല്ലേ. സാധാരണ ഇതിൽ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇതെന്താ സംഭവിച്ചത്? ആരുമാർ ചുരം ഇറങ്ങി വന്ന ലോറി തന്നെയാണ്. മൾട്ടി ആക്സൽ ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ താമരശ്ശേരി ചുരത്തിൽ വലിയ തിരക്കുണ്ട്. അതിനിടയിലാണ് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു, കേടാകുന്നു, ഇന്ധനം തീർന്നു പോകുന്നു. അങ്ങനെ പലതരത്തിൽ വാഹനങ്ങൾ ചുരത്തിൽ കുടുങ്ങിയാണ് മണിക്കൂറുകളോളം ആളുകൾ ചുരത്തിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് രാവിലെ 9 മണിക്കാണ് ലോഡുമായി കോഴിക്കോട് ഭാഗത്തേക്ക് ചുരം ഇറങ്ങി വന്ന ലോറി നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തി ഇടിക്കുന്നു. സംരക്ഷണ ഭിത്തിയും തകർത്താണ് ലോറി മുന്നോട്ട് പോയിരിക്കുന്നത്. ക്യാബിന്റെ ഒരു ഭാഗം, അതായത് മുൻവശത്തെ ടയർ പൂർണ്ണമായും കൊക്കയിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലാണ്. വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അതായത് ലോറിയുടെ അടിഭാഗം സംരക്ഷണ ഭിത്തിയിൽ കുടുങ്ങിയതുകൊണ്ടാണ് ലോറി മുന്നോട്ട് പോയി കൊക്കയിലേക്ക് വീഴാതിരുന്നത്. ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത് വലിയ വാഹനങ്ങൾ ഒന്നും തന്നെ കടന്നു പോകില്ല. ചെറിയ കാർ പോലുള്ള ചെറിയ വാഹനങ്ങൾ മാത്രമേ ഈ 6-ാം വളവ് കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ബസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിരവധി യാത്രക്കാർ ബസ്സിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ദീർഘദൂര യാത്രക്കാരുണ്ട്, എയർപോർട്ടിലേക്ക് പോകേണ്ട യാത്രക്കാരുണ്ട്. ഒപ്പം ഇതിനിടയിലൂടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആംബുലൻസുകളും കടന്നു വരുന്നത്. ഏതായാലും ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചുരത്തിലൂടെ കടന്നു പോകുന്നത്. പോലീസ് എത്തി അവിടെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോറി മാറ്റാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി അവിടെ നിന്ന് ഉയർത്തി മാറ്റിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. അതുവരെ ബസ് യാത്രക്കാർ ഉൾപ്പെടെ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും. അരുകുമാർ, അതായത് ഇനിയൊരു 1 മണിക്കൂർ കൂടി എങ്കിലും എടുക്കും അല്ലേ സുനോജ്? തീർച്ചയായിട്ടും അടിവാരത്ത് നിന്ന് ക്രെയിൻ അവിടെ എത്തിച്ച് വലിയ ലോറിയാണ്, ലോഡുള്ള ലോറിയാണ്. അത് പൊന്തിച്ച് അവിടെ നിന്ന് 6-ാം വളവാണ്. സ്ഥലപരിമിതിയുണ്ട്. 6-ാം വളവിൽ നിന്നും ലോറി പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലോറിയുടെ പുറകിൽ തന്നെ ഒരു KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സും കിടപ്പുണ്ട്. നിരവധി KSRTC ബസ്സുകൾ ചുരം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, ചുരം കയറി പോകുന്നുണ്ടായിരുന്നു. ബംഗളൂരിൽ നിന്ന് വരുന്ന അവധിക്കാലമായതുകൊണ്ട് സ്പെഷ്യൽ ദീർഘദൂര ലോങ് ബസ്സുകളൊക്കെ തന്നെ ഈ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് രാത്രി പുറപ്പെട്ട ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെയാണ് ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏതായാലും ഈ ലോറി ഇവിടെ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റാതെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല. അതുവരെ ചുരത്തിലൂടെ വരുന്ന യാത്രക്കാർ മറ്റു വഴികൾ തേടാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറുവാഹനത്തിലൂടെ കടന്നു പോകാം. ചെറുവാഹനമാണെങ്കിൽ പോലും സമയമെടുക്കും. കാരണം വൺ വേ അടിസ്ഥാനത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ താമരശ്ശേരി ചുരം വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഒരു വലിയ ലോറി ഇങ്ങനെ കുടുങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സുകളൊന്നും ഇനി അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്ക് അവിടെ പോകാനുള്ള സാധ്യതയില്ല. കുടുങ്ങുവേ എന്നുള്ള കാര്യം ആദ്യമേ അറിയിക്കുന്നു. അതുകൊണ്ട് മറ്റേതെങ്കിലും റൂട്ട് പിടിച്ച് പോയാൽ നിങ്ങൾക്ക് നേരെ വയനാട് വഴി അങ്ങ് മറികടന്ന് പോകാൻ സാധിക്കും. ചെറിയ വാഹനങ്ങളാണെങ്കിലും അല്പം ക്യൂ, ഒരു 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ക്യൂ നിന്നാൽ അത് കടന്നു പോകാം.